ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായല്ലോ ഇല്ലേ? അങ്ങാടിപ്പുറത്താണ്. നമ്മുടെ കഴിഞ്ഞിടയ്ക്കുള്ള എല്ലാ യാത്രകളും അങ്ങാടിപ്പുറത്തു നിന്നാണ് തുടങ്ങിയത്. ഇതും അങ്ങാടിപ്പുറത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് രാത്രിയാണല്ലോ. ഞാനിപ്പോൾ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലോട്ട് പോകും. അപ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് കൊല്ലൂർ മൂകാംബിക അമ്പലം വരെ ട്രെയിനിലും ബസ്സിലുമായിട്ടുള്ളൊരു യാത്രയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ മെജോറിറ്റി യാത്ര ഇരുട്ടത്തായതുകൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ മെയിൻ എൻട്രൻസ് അടച്ചിട്ടിരിക്കുക അവർ. അപ്പോൾ സൈഡിൽ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് പൊളിച്ചിട്ട് അതുവഴിയാണ് ഇപ്പോൾ എൻട്രൻസ് വെച്ചിരിക്കുന്നത്. കാര്യം മെയിൻ എൻട്രൻസ് അമൃത് ഭാരത് ഡെവലപ്മെൻറ്റിന് വേണ്ടി പൊളിച്ചു. നമുക്ക് ഇതുവഴി നമുക്ക് നടന്ന് അവിടെ പോയി ടിക്കറ്റ് കൗണ്ടർ പോയി ടിക്കറ്റ് എടുക്കണം. ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഇതായിരുന്നു അങ്ങാടിപ്പുറം സ്റ്റേഷൻ മെയിൻ എൻട്രൻസ്. ഇത് അവർ അടച്ചു കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, ഗേറ്റ് ഇട്ട് അടച്ചിരിക്കുകയാണ്. പുറത്ത് നെറ്റിട്ട് പുറത്ത് അവർ മറ്റേ ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂഫൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഈ ഗ്യാപ്പിൽ കൂടെ റൂഫ് പൊളിച്ചത് കാണാം. പുറത്തുനിന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഞാൻ മറ്റേ പ്രിൻ്റ് ആൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കൗണ്ടറിൽ നമുക്കൊരു ടിക്കറ്റ് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇതിലെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. പ്രിൻ്റ് മൊബൈൽ ടിക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിൻ്റ് മൊബൈൽ ടിക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. ഫോൺ നമ്പറും ബുക്കിംഗ് ID നമ്മൾ എൻ്റർ ചെയ്യണം. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് വരും. അത്രേ ഉള്ളൂ, പ്രിൻ്റ് ഔട്ട് കിട്ടി. ഇനി പ്രിൻ്റ് ഔട്ടും കൊണ്ട് നമുക്ക് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാം. അപ്പോൾ പ്രിൻ്റ് ആൻഡ് ബുക്ക് ഓപ്ഷൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് GPS ലോക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് കറങ്ങിക്കൊണ്ട് നിന്നുള്ളൂ. ലോഡിങ് എന്ന് പറയുന്നതല്ലാണ്ട് GPS ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പ്രിൻ്റ് ആൻഡ് ബുക്ക് ചെയ്യാൻ നല്ല സമയമുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രാവൽ ചെയ്യാനുള്ള സമയം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് പ്രിൻ്റ് ആൻഡ് ബുക്ക് ഓപ്ഷൻ കൊടുത്തത്. ചില സമയത്ത് UTS ഭയങ്കര ക്രാങ്കിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സാധനം വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ പൊളിക്കുന്നത് കാണിക്കാണ്ടിരിക്കാൻ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് വീണ്ടും പുറത്ത് വന്ന്. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ പഴയ എൻട്രൻസ് മൊത്തം എന്താ പൊളിച്ച് ഇവിടെ കോൺക്രീറ്റ് പാളികളൊക്കെ കിടക്കുന്നുണ്ട്. റൂഫ് പൊളിക്കാൻ തോന്നുന്നു അവർ. കാരണം റൂഫിലാണ് ഓട്ടം ഒത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂഫ് പൊളിച്ച് ഈ കിടക്കുന്ന ഈ റൂഫ് സ്ട്രക്ചർ മൊത്തം പൊളിച്ച് മാറ്റിയിട്ട് പുതിയത് പണിയാൻ തോന്നുന്നു. കാര്യം അപ്പുറത്തെ സൈഡിലോട്ട് പില്ലറുകൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇരുട്ടതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ പകൽ വെളിച്ചത്തിൽ എന്തെങ്കിലും വന്ന് ഇതൊന്നും കൂടി കവർ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ അവസ്ഥ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ കൃപയ ധ്യാൻ दें. ഗാഡി സംഖ്യ 0647 അപ്പം നമ്മുടെ വണ്ടി 0647 അതായത് 06474 നിലമ്പൂർ റോഡ് ഷൊർണൂർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 വരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഏറെക്കുറെ സ്ഥിരമായിട്ട് ഈ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 തന്നെ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തു നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാനുള്ള ട്രെയിൻ അതാ സ്റ്റേഷനോട് കയറി വന്നുകൊണ്ടിരിക്കുക. ദൂരേന്ന് വെളിച്ചം കയറി വരുന്നത് കാണാം. ശബ്ദം ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി അങ്ങനെ എത്തി. ഗോൾഡൻ റോക്കിൻ്റെ 40180 WDP 4D ആണ് ലോക്കോ. 06474 നിലമ്പൂർ റോഡ് ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യലാണ്. അതിലോട്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സീറ്റ് കാര്യമുണ്ട്. നമുക്കൊന്നാൽ ഇപ്പുറത്തും എല്ലാം കയറാം. അങ്ങനെ ഇവിടെ ഒരു കോച്ചിൽ റൈറ്റ് സൈഡ് ഫോർവേഡ് ഫേസിങ് വിൻഡോ സീറ്റും പിടിച്ചങ്ങിയിരുന്നു. രാത്രി അതിന് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്നാലും വിൻഡോ സീറ്റ് നമുക്കൊരു വീക്ക്നെസ്സാണ്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് വരണം. അത് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി ഇങ്ങനെ ഫൈനലി കയറി വരികയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഗോൾഡൻ റോക്കിന് 40198 ആയിരുന്നു ലോക്കോ. 40198 ട്രെയിനിൽ തീരെ തിരക്കില്ല കേട്ടോ. കണ്ണൂർ വണ്ടി ലേറ്റ് ആണോ? ആലപ്പുഴ കണ്ണൂർ
ഇപ്പോൾ 2 ഹോൺ കിട്ടിയാൽ ഒരെണ്ണം നമ്മുടെയും ഒരെണ്ണം ഓപ്പോസിറ്റ് വണ്ടിയുടെ, രണ്ടും പുറപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങ് ചെറുകര സ്റ്റേഷനിലേക്ക് എത്തി. ഇരുട്ടാണ് ഈ റൂട്ടിലെ മിക്കവാറും എല്ലാ സ്റ്റേഷനിലും ഒരു സ്റ്റാൻഡേർഡ് തീം എന്ന് പറയുന്നത്. ഇവിടെ അതൊക്കെ തന്നെയാണ്. ചെറുകരയിലെത്തിയത്. ഇതാണ് ചെറുകര സ്റ്റേഷനിലെ ബിൽഡിങ്. ഇവിടെ മാത്രമാണ് കുറച്ച് വെളിച്ചമുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ വലിയ മരമൊക്കെ മുറിച്ചു കളഞ്ഞല്ലവർ. ഈ സ്റ്റേഷൻ വഴി പകലൊന്നും തന്നെ ഇവിടുത്തെ വലിയ മരങ്ങളൊക്കെ മുറിച്ചു. ഒന്നും നേരത്തെ മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അവർ മരങ്ങളൊക്കെ മുറിച്ചു. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഷൊർണൂർ സ്റ്റേഷനോടുകൂടി ഈ ട്രെയിനിലെ യാത്ര അവസാനിക്കും. നമ്മളിവിടുന്ന് മറ്റൊരു ട്രെയിനിലാണ് പോവുക. അതിന് മുമ്പ് ഡിന്നർ കഴിക്കണം. ഷൊർണൂർ സ്റ്റേഷനിൽ തന്നെ കഴിക്കാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. നമ്മളിവിടം വരെ കൊണ്ടുവന്ന ട്രെയിനിൽ ലോക്കോ ഡിസ്കണക്ട് ചെയ്യാനുള്ള പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇതാണ് നമ്മളിവിടം വരെ വന്ന ട്രെയിന്. നമ്മളിനി മുന്നോട്ട് യാത്ര തുടരാൻ പോകുന്നത് 19259 കൊച്ചുവേളി ഭാവനഗർ എക്സ്പ്രസ്സിനാണ്. ആ ട്രെയിനിവിടെ 10:35 വരിക. ഇപ്പോൾ സമയം 9:47 ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറിന് തൊട്ട് താഴെ കുറച്ച് സമയം കൂടെ ഉണ്ട്. നമുക്കിനിപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റിനടുത്തുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് അത്താഴം കഴിക്കണം. ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള വഴി നോക്കാം. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ മിക്കവാറും ഇഡ്ഡലി വല്ലതും കിട്ടും, അതെല്ലാം മേടിച്ച് കഴിക്കാം. ഈ കാറ്ററിംഗ് സ്റ്റോളിൽ മിക്കവാറും ഇഡ്ഡലി ഉണ്ടാവും. കാര്യം അവിടെ വട ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇഡ്ഡലി ഉണ്ടോ എന്ന് നോക്കാം. അവിടെ വട ഇരിക്കുന്നുണ്ടോ? മിക്കവാറും ഇഡ്ഡലിയും കാണാം. ശബരിമല സീസണായതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞു പോയി. ആകെ കിട്ടിയത് ഇതാണ്. ഒരു എഗ്ഗ് ബിരിയാണിയാണ് കിട്ടിയത്, വേറെ ഒന്നുമില്ല ഇവിടെ. അതെങ്കിലും അത് കറിയൊന്നും ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്ന് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഫുഡ്. ബിരിയാണി ഉണ്ട്, ഒരു കുഞ്ഞി പാക്കറ്റ് റൈത്തയും അച്ചാറും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ഇടാം. ഷൊർണൂർ സ്റ്റേഷനിലെ 2ാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ അത്ര വ്യക്തമല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. മീൻവെയിൽ അപ്പുറത്തു നിന്ന് 12686 മംഗലാപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് കയറി വരുന്നുണ്ട്. വാബ് 737308 ഈ റോഡിൻ്റെ. അവനങ്ങനെ എത്തിയിരിക്കുകയാണ്. മീൻവെയിൽ നമ്മളിവിടെ വന്ന റേക്ക് ഇപ്പോൾ അടുത്ത ട്രിപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 10:10 ഇപ്പോൾ 10 കാറായി. 10:10 അത് ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു പോകും. ജ്വലനശേഷി अनावश्यമായി ट्रेन अलार्म चेन വലിക്കരുത്. सही कारण बिना जंजीर खींचना ये एक दंडनीय अपराध है. Please do not pull alarm chain without proper reason. This offence is punishable under law. मालिन्यങ്ങൾ कृपया प्लेटफॉर्म में अवशिष्ट पदार्थ फेंक नहीं है और चारों और है बचते डिब्बे का इस्तेमाल करें. പ്ലാറ്റ്ഫോമിനകത്ത് വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക. പ്ലാറ്റ്ഫോമിലോ കമ്പാർട്ട്മെന്റിലോ പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ്. പ്ലാറ്റ്ഫോം या डिब्बे में धूमापन मना है. ये एक दंडनीय अपराध है. അല്പം മുമ്പ് തൃശ്ശൂർ സ്പെഷ്യൽ 11 മിനിറ്റ് ലേറ്റായിട്ടാണ് പോയത്. 10 മണി കഴിഞ്ഞപ്പോൾ വന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഇതുവരെ പോയില്ല. സ്റ്റാർട്ടറും എനിക്ക് ഇവിടുന്ന് കാണാം. ഇതാണ് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. അതിൻ്റെ എക്കണോമിക് കോച്ചിൻ്റെ ഡിജിറ്റൽ ബോർഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. റൂട്ട് മുഴുവൻ കാണിക്കുന്നുണ്ടത്. അപ്പോൾ അങ്ങനെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഇറങ്ങിപ്പോയി. ഇന്നൊരു വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ജനറലൊന്നും വലിയ തിരക്കില്ല. പിന്നെ അത്യാവശ്യം ശ്വാസം വിടാനുള്ള സ്ഥലമാണ്. സീറ്റുകൾ തന്നെ കാണാനുണ്ട്.
അപ്പോൾ അങ്ങനെ 12686 മംഗലാപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് പുറപ്പെട്ടു പോയി. 10 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇതുവരെ എത്തിയിട്ടില്ല. കാത്തിരുന്ന് ബോറടിച്ചു. ഇപ്പോൾ ഒരു കാപ്പി എന്തായാലും കുടിച്ചേക്കാം. കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചത് വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ട്. ഒരു കാപ്പി കുടിച്ചിട്ടിരിക്കുന്നതിന് ട്രെയിൻ വരുന്നവരെ നിൽക്കണമല്ലോ. ഇപ്പോൾ കണ്ണൂർ യശ്വന്ത്പൂർ ഇപ്പോൾ വരും എന്ന് അനൗൺസ്മെൻറ്റ് വന്നു. ഇപ്പോൾ 16528 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഈ ട്രെയിന് 2 ദിവസം മുമ്പ് മുതൽ വാപ്പ്7 ലിങ്ക് ആയിട്ടുണ്ട്. ഡീസൽ ലിങ്ക് മാറിയിട്ട് വാപ്പ്7 ലിങ്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ വരുന്നത് കണ്ടിട്ട് വാപ്പ്7 പോലെ ഇല്ല. ഒരു ആൽക്കോണി സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അടിപൊളി. വാപ്പ്7 ഫെയിലായിട്ട് WDM 3 1405 എറണാകുളമാണ് റെസ്ക്യൂ ലോക്കോ. എറണാകുളത്തിന് 1405 ഇന്ന് ഈ വണ്ടിയെ അങ്ങ് കണ്ണൂർ അങ്ങ് യശ്വന്ത്പൂർ കൊണ്ടുപോകുന്നു. തൊട്ട് പുറകിലായിട്ട് കൃഷ്ണരാജപുരത്തിന് 39140 ഡെഡായിട്ട് പോകുന്നുണ്ട്. ഇതാണ് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്. ഇപ്പോൾ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്. ഈ വണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 16528 ഇതുവരെ പോയിട്ടില്ല. അതിന് ലോക്കോ ചേഞ്ച് ആണ് ഒന്നുവിടുന്നത്. അതിനൊരു വാപ്പ്4 കണ്ട് കൊടുത്തുവിടുക അവർ. അതിൻ്റെ ആൽക്കോ മാറ്റിയിട്ട് പകരം വേറെ ലോക്കോ കൊടുത്തു വിടുന്നുണ്ട്. മീനയുടെ പ്ലാറ്റ്ഫോം നമ്പർ 6 രാജറാണി എക്സ്പ്രസ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് ആണ് 40569 ഗോൾഡൻ റോഡ്. ഫൈനലി ഇത് നമ്മുടെ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഇപ്പോൾ സമയം 11:04. ഈ ട്രെയിൻ 10:25 മറ്റേ വള്ളത്തോളം എത്തിയതാണ്. അപ്പോൾ ഇതവിടെ കിടക്കുന്നു എന്നാണ് വേരസ്മൈ ട്രെയിനിലെ ഡേറ്റ പറയുന്നത്. ആ ഡേറ്റ NTSലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രെയിൻ കുറേ നേരം ഔട്ടറിൽ പിടിച്ചിട്ടു. ഇപ്പോൾ അത് ജസ്റ്റ് ഉള്ളിലോട്ട് കയറി വരുന്നു. അപ്പം നമ്മുടെ ട്രെയിൻ വന്നു. എന്താണെന്നറിയില്ല, ഫ്രണ്ട് റോഡിൽ റെഡ് മാർക്കർ ലാമ്പാണ്. വഡോദരയുടെ വാപ്പ്5 ആണ് 30045. അമൂലിൻ്റെ പരസ്യമുള്ള 30045 വാപ്പ്5 ആണ് നമ്മുടെ ലിങ്ക്. ഇത് നമ്മുടെ ആദ്യത്തെ വാപ്പ്5 ഹാളിൽ ട്രെയിൻ റൈഡാണ്. അൺഫോർച്ചുനേറ്റ്ലി പൂർണ്ണമായിട്ടും രാത്രിയുള്ള യാത്രയാണ്. നാളെ പകല് നമുക്ക് നമ്മൾ ബൈന്ദൂരിലാണ് ഇറങ്ങുന്നത്. ബൈന്ദൂരിൽ വല്ലതും പോയി എന്നെ പുറത്തുനിന്ന് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ശ്രമിച്ച് നോക്കാം. പ്രോബബ്ലി AC കോച്ചിനുള്ളിൽ കൂടെ വല്ലതും നടന്നു പോയി അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ യാത്ര സ്ലീപ്പറിലാണ്. S6 ബർത്ത് വന്നിരിക്കുന്നത്. വണ്ടി കയറി വരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. 14ാമത്തെ കോച്ചിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 14ാമത്തെ കോച്ചിൽ 15ാമത്തെ കോച്ചായിട്ട് വന്നിരിക്കുന്നത്. 14ാമത്തെ കോച്ചായിട്ട് വന്നത് പാൻട്രി കാറാണ്. ഈ ട്രെയിനൊരു പാൻട്രി കാറുണ്ട്, ഹോട്ട് കോഫി കാറുണ്ട്. പക്ഷേ രാത്രിയാണ് എന്തെങ്കിലും സർവീസൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു പഴയ ടൈപ്പ് LHB കോച്ചാണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് നല്ലത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കോച്ച് 181542C ആണ് നമ്മുടെ കോച്ച്. നമുക്കിതിന് ഉള്ളിലേക്ക് കയറിയേക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ബർത്ത് എന്നൊക്കെ തപ്പാം. ഇതാണ് നമ്മുടെ കോച്ച്. റെയിൽ കോച്ച് ഫാക്ടറി കപ്പുറത്തല നിർമ്മിച്ചതാണ്. ഉള്ളിലേക്ക് പോകാം. ഇവിടെ തന്നെയാണ് എൻ്റെ ബർത്ത്. ഏകദേശം 1 മണിക്കൂറോളം കിടന്നിട്ട് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഹോണടി കേട്ട് ഒരു വാപ്പ്4 ആയിരുന്നു. ഇലക്ട്രിക് ക്ലോക്ക് ഹോൺ ആയിരുന്നു അതിൻ്റെ. सही कारण बिना जंजीर खींचना ये एक दंडनीय अपराध है. प्लीज नो फुल अलार्म के विदाउट प्रॉपर रीजन. അപകടകരമായതോ ആയ വസ്തുക്കൾ ഇപ്പം നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ज्वलनशील विस्फोटक खतरनाक सामान को ले जाना भारतीय
ഇപ്പോൾ സമയം 11:20 ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ലേറ്റായിട്ട് നമ്മുടെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫോക്സ്. ഞാൻ ഷൊർണൂർ വിട്ടപ്പോൾ ഉറങ്ങിയതാണ്. ലിറ്ററലി ഷൊർണൂർ വിട്ട് ഞാൻ ഉറങ്ങിയതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് മംഗലാപുരത്തൊന്ന് കണ്ണ് തുറന്നായിരുന്നു, വീണ്ടും ഉറങ്ങിപ്പോയി. അതേപോലെ പഴുബിദ്രിയിൽ കുറച്ച് നേരം ക്രോസിങ്ങിന് നടന്നു. അപ്പോൾ ജസ്റ്റ് കണ്ടു, വീണ്ടും ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഉടുപ്പിയിലാണ് നമ്മൾ. ഇപ്പോൾ സമയം 6:07, ഏകദേശം 5:20 5:25 കണ്ടപ്പോൾ ഉടുപ്പിയിലെത്തിയതാണ്. നല്ല ഉറക്കമുണ്ടായതുകൊണ്ട് ഞാനങ്ങ് തുടർന്നങ്ങ് ഉറങ്ങി, എണീക്കാൻ നിന്നില്ല. ഇപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ ആക്ച്വലി പ്ലാറ്റ്ഫോമിൽ 2 കിടക്കുന്നത്, 1 കൊണ്ടുപോയില്ല, 2 കിടക്കുന്നത്. നല്ല അടിപൊളി തണുപ്പുണ്ട്, സൂപ്പർ തണുപ്പുണ്ട്. നേരത്തെ തന്നെ വണ്ടി ബിഫോർ ടൈം എത്തിയപ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഇപ്പോൾ സമയം 6:15, ഇനിയും പുറപ്പെടുന്ന ലക്ഷണമൊന്നും കാണില്ല. മെയിൻ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് നമ്മുടെ പാൻട്രിക്കാരനകത്ത് ഓംലെറ്റുകളിൽ ചുടുന്നത് കാണാം. ഇപ്പുറത്ത് ഉപ്പുമാവ് പാക്ക് ചെയ്യുന്നത് കാണാം, കണ്ടോ? അവിടെ ഉപ്പുമാവ് പാക്ക് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏതൊരു ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പുറത്ത് കാണാൻ പറ്റില്ല, കാര്യം അപ്പുറത്തൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ട്രെയിൻ ഏതൊന്നും കാണാൻ വയ്യ, മിക്കവാറും മത്സ്യഗന്ധി ആയിരിക്കണം സമയം വെച്ച് നോക്കുമ്പോൾ. അത് വന്ന സ്ഥിതിക്ക് നമ്മളിപ്പോൾ വിടും എന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു എൻ്റെ കോച്ച്, 181542. വിൻഡോ അടയുന്നില്ലായിരുന്നു, ഷട്ടറും ഇടാൻ വയ്യ, ഗ്ലാസ്സും ഇടാൻ വയ്യ, രണ്ടും ജാമായിട്ട് കിടക്കുമായിരുന്നു. രാത്രി ഇത്തിരി കഷ്ടപ്പെട്ടാണ് ഉറങ്ങിയത്, മൂക്ക് കടഞ്ഞിട്ടുണ്ടതുകൊണ്ട്. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം ഉടുപ്പി കിടന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്, ട്രെയിനിലുള്ള ആൾക്കാർ പറയുന്നത്. എക്സാക്ട് എനിക്കറിയില്ല, ഞാൻ ഉറക്കുമായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ഉടുപ്പിയിൽ അങ്ങനെ പുറപ്പെട്ടു. ഇനി വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഇനി വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങുന്നത് ബൈന്ദൂർ തന്നെയാണ്. പ്രത്യേകിച്ച് ക്രോസിങ്സ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ബൈന്ദൂർ വരെയുള്ള കുറച്ച് റാൻഡം വിഷ്വൽസും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിന് ബൈന്ദൂരിൽ നിന്ന് എങ്ങനെയാണ് കൊല്ലൂർ പോകുന്നതെന്നുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം.
നമ്മളിങ്ങനെ ബയന്തൂർ എത്താറായി. ഞാൻ അകത്ത് കൂടെ നടന്ന് അത്യാവശ്യം ഫ്രണ്ട് വരെ എത്തി. നമുക്ക് ലോക്കോ ഒന്ന് കാണണ്ടേ. അങ്ങനെ മൂകാംബിക റോഡ് ബയന്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. നമുക്ക് എന്തായാലും ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോയിട്ട് ലോക്കോ കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓടേണ്ടി വരുന്നോ തോന്നുന്നു കണ്ടിട്ട്. പ്ലാറ്റ്ഫോമിന് അപ്പുറത്തോട്ട് പോയി തോന്നുന്നു ലോക്കോ. എന്തായാലും നോക്കാൻ നോക്കും. സോറി, ലോക്കോ പ്ലാറ്റ്ഫോമൊക്കെ കഴിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണിക്കാൻ നിവർത്തിയുള്ളൂ. നമ്മുടെ ആദ്യത്തെ P5 റൈഡായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ P5 ഹോൾഡ് ജേണി. അതിൻ്റെ ലോക്കോടെ പടം പോലും ശരിക്കും പിടിക്കാൻ പറ്റിയില്ല. സാരില്ല, നമ്മളിനി ഇതൊരു വാശിയായിട്ട് പിടിച്ച് നമ്മൾ P5 ഹോൾഡ് ട്രെയിൻസ് തപ്പി കണ്ടിട്ട് ഒരു ട്രിപ്പ് പിടിക്കും നമ്മൾ. അടിപൊളി സൺറൈസാണ് കാണാൻ പറ്റുന്നത്. നല്ല സൂപ്പർ സൺറൈസാണ്. അപ്പോൾ അങ്ങനെ നടന്ന് കുറച്ചധികം നേരെ നടക്കാൻ തുടങ്ങി. അതായത് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റേഷൻ്റെ ഏറ്റവും പുറകിലാണ്. കണ്ടോ 19 എന്നുള്ള ബോർഡൊക്കെ ഇവിടെ ഉള്ളത്. 19, 20ഒക്കെയാണ്. അത്രയും ദൂരം നടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്ന് സ്റ്റേഷൻ ബിൽഡിങ്ങിലോട്ട് എത്തുന്നേ ഉള്ളൂ. ഈ സൈഡിൽ കാണുന്ന ഇതാണ് പഴയ സ്റ്റേഷൻ ബിൽഡിങ്. ഇതാണ് മൂകാംബിക റോഡിൻ്റെ പഴയ ബിൽഡിങ്. പണ്ട് ഹോൾട്ട് സ്റ്റേഷൻ, ഇന്നും ഹോൾട്ട് സ്റ്റേഷൻ തന്നെയാണ്, പക്ഷേ പഴയ ഹോൾട്ട് സ്റ്റേഷൻ്റെ ബിൽഡിങ് ഇതായിരുന്നു. ഇപ്പോൾ അവർ സ്റ്റേഷൻ കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്ത് മൂകാംബിക ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കണക്കിലെടുത്ത് അവർ ഇപ്പുറത്തോട്ട് മാറ്റി വലിയൊരു ബിൽഡിംഗ് പണിതു. ഹോൾട്ട് സ്റ്റേഷനുകളിൽ ഇത്രയും വലിയ ബിൽഡിങ്ങൊക്കെ തന്നെ അത്യപൂർവമാണ്. പക്ഷേ ഇവിടെ വലിയൊരു ബിൽഡിങ്ങും മറ്റും പണിത് അവർ സെറ്റാക്കിയിട്ടുണ്ട്. ആ സൺറൈസും നമ്മുടെ സ്റ്റേഷനും. സ്റ്റേഷനിൽ ഇപ്പോഴും തിരക്കുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ട്രെയിൻ വേണ്ടോ നമുക്ക് പിന്നെ സമയമുണ്ട്. 6 മണിക്കൂർ മേലെ എടുക്കും. അത്രയും നേരം നിന്ന് നമുക്ക് സമയം കളയാൻ പറ്റില്ല. നമുക്ക് പുറത്തോട്ട് പോയേക്കാം. ഈ സ്റ്റേഷനിൽ 2 വെയിറ്റിംഗ് റൂമും ഒരു ചെറിയ ഹോട്ടലും ഒക്കെ ഉണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അതും കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റിംഗ് ആണ്. UTS ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് ഹോൾട്ട് സ്റ്റേഷൻ്റെ പേരാണെന്ന് എനിക്കറിയില്ല. ഇനി ക്രോസിംഗ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ പുറത്തോട്ടിറങ്ങി നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ചെറിയൊരു ബിൽഡിങ്ങാണ്. ഫ്രണ്ടിൽ നിറച്ച് ടാക്സിക്കാരുടെ ഉപദ്രവമാണ്. നമ്മൾ അനങ്ങാൻ സമ്മതിക്കേണ്ട ടാക്സിയിലാണ്. ഈ കാണുന്ന റോഡ് വഴി നേരെ നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഓട്ടോനായിരുന്നു പോയത്. ഇപ്രാവശ്യം ഞാൻ നടന്നു പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, വേണമെങ്കിൽ താമസിക്കാൻ. ഇപ്പോൾ നമുക്കിപ്പോൾ കൊല്ലൂർ ദർശനം കഴിഞ്ഞ് വന്നിട്ട് പാതിരാത്രി വരെ ഇവിടെ നിന്ന് തിരിച്ചുള്ള ട്രെയിൻ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ റോഡ് വഴി നേരെ നടന്ന ബസ് സ്റ്റാൻഡിലെത്തും. ഇവിടുന്ന് 1/2 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്കതിനും പോയി നോക്കാമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ റോഡ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട റോഡ് ഇതായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ റോഡ് വഴി നേരെ നടന്നു തന്നെ നമ്മൾ ഈ പാലത്തിനടുത്തെത്തും. ഈ പാലത്തിൽ നിന്ന് ലെഫ്റ്റ് ഇങ്ങോട്ടുണ്ടെന്നാലാണ് ബസ് സ്റ്റാൻഡ്. 950 മീറ്റർ എന്നാണ് ഗൂഗിൾ പറയുന്നത്. എനിക്കത് അത്ര ഒന്നും തോന്നുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇവിടെ നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ ടണൽ കാണാം. കൊങ്കൺ റെയിൽവേയുടെ ഫസ്റ്റ് ടണൽ. അവിടെ ദൂരെ ഓപ്പണിങ് കാണുന്നതാണ് ആദ്യത്തെ ടണൽ. ഇതാണ് കൊങ്കൺ റെയിൽവേയുടെ ഫസ്റ്റ് ടണൽ. സൗത്തിൽ നിന്ന് വരുമ്പോഴത്തെ ഫസ്റ്റ് ടണൽ. ഇനി നമ്മളിവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡ്. നേരെ വന്ന് റൈറ്റ് സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാര്യം ഞാൻ അന്ന് ഓട്ടോറിക്ഷയ്ക്കായിരുന്നു വന്നത്. അപ്പം നമ്മളങ്ങനെ നടന്ന് മെയിൻ റോഡിലെത്തി. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് നാഷണൽ ഹൈവേ ആണിത്. മറ്റേ എന്താ പറയുക, ബോംബെയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന NH66 ആണ് ഈ കാണുന്നത്. NH66 ചേർന്ന് ഇവിടെ കിടക്കുന്നതാണ് ബസ് സ്റ്റാൻഡ്.
ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇത് കൊല്ലൂർ എന്ന് എഴുതിയിട്ടുണ്ട്, കൊല്ലൂർ പോകുന്ന എഴുതിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം പോയ അതേ ബസ് തന്നെയാണിത്. നമുക്കെന്നാൽ അതിൽ കയറി പോയേക്കാം. കുട്ടി വണ്ടിയാണ്, ഇന്നലെ കയറാം. ഏറ്റവും പുറകിലെ സീറ്റ് കിട്ടിയത്. ലാസ്റ്റ് റോഡ് ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ള കണ്ടറിയാം. 42 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലൂരിലേക്ക്. പ്രൈവറ്റ് ബസ്സാണ് ദുർഗാംബയുടെ കോസ്റ്റൽ കോർപ്പറേറ്റീവ് ട്രാൻസ്പോർട്ടിന് കീഴിലോടുന്നത്. കൃത്യം 8:30 ഇവിടെ ഇറങ്ങി. കൃത്യം 8:30 ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. കൃത്യം 8:30 ബസ് 7:30 ബാംഗ്ലൂരിൽ നിന്ന് എടുത്തു. 8:30 ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ബസ് സ്റ്റാൻഡിലെത്തിയ സമയത്ത് ഒരു കോൾ വന്നുകൊണ്ട് സംസാരിച്ചിറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡും ഒന്നും കാണിച്ചില്ല. ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ വിഷ്വൽസ് ഇന്ന് ഓവർലൈറ്റ് ഇടാം. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിനെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ട് ഞാൻ ഓവർലൈറ്റിൻ്റെ മുകളിൽ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ് സ്റ്റാൻഡ് നമ്മുടെ പുറകിലാണെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞാൽ അമ്പലമെത്തും. ഈ കാണുന്നതാണ് മൂകാംബിക അമ്പലത്തിൻ്റെ ഒരു ഗേറ്റ്. അവിടെ നോ എൻട്രി ബോർഡൊക്കെ ഉണ്ട്. സൈഡിൽ കൂടെ എൻട്രി. ഈ കാണുന്നതാണ് ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ. അപ്പോൾ കൊല്ലൂർ അമ്മയുടെ സന്നിധിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ യാത്ര അങ്ങാടിപ്പുറത്തു നിന്ന് ബൈന്ദൂർ വഴി മൂകാംബികയിലേക്കായിരുന്നു. അങ്ങാടിപ്പുറത്തു നിന്ന് ഷൊർണൂരിലേക്ക് ട്രെയിന്, ഷൊർണൂർ വീണ്ടും ബൈന്ദൂരിലേക്ക് ട്രെയിന്. ബൈന്ദൂർ നമ്മളൊരു ബസ് പിടിച്ച് കൊല്ലൂരെത്തി. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. നേരത്തെ പറഞ്ഞാൽ ഇതാണ് അമ്പലം. അമ്പലത്തിന് ചുറ്റുമതിലാണ്, ഇതിന് ഉള്ളിലാണ് ശ്രീകോവിലുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കഴിക്കുന്നു. ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.